ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനകയുടെയും ഗോവിന്ദൻ്റെയും വീടാണ് കാണിക്കുന്നത്. അവിടെ അബി വളരെ നല്ലവൻ ചമഞ്ഞ് ഇങ്ങനെ പറയുകയാണ്, സത്യം പറയാലോ അച്ഛാ, എനിക്കിപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നതേ ഇഷ്ടമല്ല. ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ അച്ഛനും അമ്മയ്ക്കും എത്ര സങ്കടമായി. അപ്പോൾ ഇതൊക്കെ നേരിൽ കാണുന്ന ഞങ്ങൾക്കോ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അഭിമോനെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോൻ ചായ കുടിക്കുന്നു. ഞങ്ങളുടെ മോൾക്ക് പ്രശ്നമില്ല, പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ ഇവിടെ പിടിച്ചു നിർത്തിയാണ് ഇതിനുള്ള പ്രതിഷേധം അറിയിക്കേണ്ടത്. അതിന് അവൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് നബ്യ പറയുന്നുണ്ട്, അടുത്ത ഷോക്ക് തന്നിട്ടുണ്ട് അവളും ആദർശും ആ ചന്തുമോളെയും കൂട്ടി ടൂറിന് പോവുകയാണ്. ഇന്നലെ ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതിൻ്റെ ആഘോഷം ഇനിയും അടങ്ങിയിട്ടില്ല. അതിങ്ങനെ ആളിക്കത്തുകയേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കനകയും ഗോവിന്ദനും. പിന്നെയും നവ്യ പറയുകയാണ്, ആദർശേട്ടന് ചന്തുമോള് അയാളുടെ സ്വന്തം കുഞ്ഞാണ്. പക്ഷേ നയന ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് അഹങ്കാരമാണ്. അതിനെ ന്യായീകരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. പിന്നെ ഗോവിന്ദൻ അബിയോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് മോനെ, പ്രത്യേകിച്ച് നയനയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം. സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. കല്യാണത്തിൻ്റെ അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ, പക്ഷേ ഇത്രയും വലിയ പരീക്ഷണം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. അന്നേരം നവ്യ പറയുന്നുണ്ട്, ചന്തുമോളെ സന്തോഷിപ്പിക്കാനാണ് ഇപ്പോൾ അച്ഛൻ്റെ മോൾ സമയം കണ്ടെത്തുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഇളയമയാണ്, പക്ഷേ എൻ്റെ കുഞ്ഞിനെ പേരിനൊന്നും എടുത്തെങ്കലായി. അത് കേട്ട് അബി പറയുന്നുണ്ട്, ഈ പരാതി എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഇപ്പോൾ അവർ അങ്ങനെ തന്നെയേ പോവുകയുള്ളൂ. അത് അവരുടെ ശൈലിയായിപ്പോയി. ഇനി അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കണം. ഞാനും ഇനി ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാം. എനിക്കും അവിടെ നടക്കുന്നതൊക്കെ കാണാൻ പ്രയാസമാണ്. പിന്നെ നബ്യ പറയുന്നുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അവിടുന്ന് ആരും ടൂറിനൊന്നും പോയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ കയറി വന്ന ഏതോ ഒരുത്തിക്ക് വേണ്ടി ഉലകം ചുറ്റുകയാ. അങ്ങനെ അവിടെ എല്ലാവരും വല്ലാത്തൊരു വീർപ്പുമുട്ടലിലാണ് ഉള്ളത്, നമ്മുടെ ഗോവിന്ദനും കനകയും ഒക്കെ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ നമ്മുടെ ചന്തുമോൾ ടൂറിന് പോകാൻ റെഡിയായി നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത്. എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര ചോദിച്ച് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. നയനയും അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിന്നെ താഴെ സോഫയിൽ നമ്മുടെ ജലജയും ദേവയാനിയും ഇരുന്നിട്ടുണ്ട്. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശും നയനയും ചന്തുമോളെയും കൂട്ടി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ചന്തുമോളെ കണ്ടതും ദേവയാനി വാരിയെടുത്തു അവൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കണ്ട് സഹിക്കാതെ നിൽക്കുന്നുണ്ട് ജലജ. അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ അതാ ഒരു കാറ് വരുന്നു. അതിൽ നിന്ന് നവ്യയും അബിയും ഇറങ്ങി വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് നയനയോട്, ആരെയാണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് അവരിതാ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചിയും കുഞ്ഞു വരുന്നത് നല്ലതല്ലേ ആദർശേട്ടാ? അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, അവർ വരുന്നത് നല്ലത് തന്നെയാണ്. എനിക്ക് ആ വൃത്തികെട്ടവനെ കാണുന്നതാ പിടിക്കാത്തത്. അവനെ കാഴ്ച കണ്ടു പോയാൽ യാത്രയിൽ ഒരു സുഖവും ഉണ്ടാകില്ല. എന്നിട്ട് നവ്യ നയനയോട് പറയുന്നുണ്ട്, നിന്നെ ഓർത്ത് അച്ഛനും അമ്മയും കരയുകയാണെടി. അച്ഛനൊരു അസുഖക്കാരനാണെന്ന ഓർമ്മ പോലും നിനക്കില്ലാതായി പോയല്ലോ. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ കൂട്ടു നിന്നില്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം മാറുകയൊന്നുമില്ല. പിന്നെ ഞാനും ആദർശേട്ടനും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നെങ്കിൽ അത് മറ്റു പലരുടെയും സന്തോഷം കണ്ടിട്ടാണ്. അത് ആരും മറക്കണ്ട എന്നും പറഞ്ഞ് അബിയെ ഒന്ന് തർപ്പിച്ച് നോക്കുന്നുണ്ട് നയന. എന്നിട്ട് അവരവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അബി പറയുന്നുണ്ട് നബിയോട്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിന്റെ അനിയത്തിക്ക് ഇനി അയാളെ വിട്ട് ഒരു ജീവിതമില്ല. അപ്പോഴേക്കും അകത്തു നിന്ന് ജലജ വന്ന് കുഞ്ഞിനെ വാരിയെടുക്കുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെയാണല്ലോ നിങ്ങൾ വന്നത്. ഒന്നും പറയണ്ട എൻ്റെ നബിയെ. അവരിവിടുന്ന് ഇറങ്ങിയപ്പോൾ നിന്റെ അമ്മായി പറയുകയാ, ചന്തുമോൾ ഇല്ലാത്തത് കൊണ്ട് വീട് ഉറങ്ങിയ പോലെ ഇരിക്കുമെന്ന്. അത് കേട്ട് ഞാൻ പറഞ്ഞു, അതിനെന്താ, ഇവിടെ വേറെ ഒരു കുഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതൊരു പൊടിക്കുഞ്ഞല്ലേ എന്ന് പറയുകയാ. പിന്നെ നബിയെ, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. നിൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ആ ചന്തുമോൾക്ക്. പക്ഷേ ഇനി അത് 3ഉം 4ഉം 5ഉമായിട്ട് മാറരുത്. എനിക്കത്രയേ പറയാനുള്ളൂ. അതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നവ്യ പറയുന്നുണ്ട്, ഇനി ഈ കാര്യം എവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അബി ജലജയോട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞു ചൂട് പിടിപ്പിക്കണം, അവളങ്ങ് നല്ലോണം ചൂടാകട്ടെ, അങ്ങനെ അവളൊരു നല്ല തീക്കട്ട പോലെ ആകട്ടെ. അങ്ങനെ ആയെങ്കിലേ അവൾ ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയുള്ളൂ. അങ്ങനെ നവ്യ നേരെ കുഞ്ഞിനെയും എടുത്ത് നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് പോയിട്ട് മുത്തശ്ശൻ്റെ മടിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കുഞ്ഞിനെ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മോനെ നിങ്ങളൊന്ന് എടുക്കണമെങ്കിൽ ഞാനിങ്ങനെ കൊണ്ടുവന്ന് മടിയിലിരുത്തണം.
അല്ലാതെ എടുക്കില്ലല്ലോ, എല്ലാവർക്കും ചന്തു മോളെ മതിയല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ല മോളെ. അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഒന്നും പറയണ്ട മുത്തശ്ശ, എൻ്റെ കുഞ്ഞിനോട് ഇവിടെ എല്ലാവർക്കും മൊത്തത്തിലൊരു അവഗണനയുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മോളെ, ഇതൊരു പൊടി കുഞ്ഞായതുകൊണ്ടാണ് എപ്പോഴൊന്നും എടുക്കാൻ വരാത്തത്. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ ഇവിടുന്ന് മാറി നിന്നത് ഒട്ടും ശരിയായില്ല. അത് കേട്ട് നവ്യ പറയുന്നുണ്ട് ഞങ്ങൾക്കതൊന്നും കാണാൻ ശക്തിയില്ലാഞ്ഞിട്ട മുത്തശ്ശ മാറി നിന്നത്. അല്ല എന്തിനാണ് കാണുന്നത്, എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണോ അത്. അത് കേട്ട് മുത്തശ്ശന് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം മോള് മനസ്സിലാക്കണം, മോള് പ്രതിഷേധിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രതിഷേധിക്കേണ്ടത് മോളുടെ ചേച്ചിയാണ്. പക്ഷേ ഇവിടെ നയന കുഞ്ഞുമായി ആടിയും പാടിയും നടക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ മോൾക്ക് എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ആയിക്കോട്ടെ, അതിനിടയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് പരിഗണന കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അർഹിക്കുന്ന പരിഗണന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇവനൊരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലോ, ഇനി ഇപ്പോൾ അവനവിടെ ജോയിൻ ചെയ്താൽ പോരെ. അപ്പോൾ നവ്യ പറയുന്നുണ്ട് അതും ഒരുപാട് തവണ ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടാണല്ലോ സമ്മതിച്ചത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവനൊരിക്കലും ഒരു ബ്രാഞ്ചിന് ചുമതല കൊടുത്തതാണ്, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നീ അവനോട് ചോദിക്കുക. അവൻ്റെ പ്രവൃത്തി കാരണമാണ് അവനെ തരം താഴ്ത്തുന്നത് എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ ചെയ്ത പോലത്തെ തെറ്റൊന്നും ഇവിടെ ഒരു കൊച്ചുമോനും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്ത ആൾക്ക് ശിക്ഷ കൊടുക്കണ്ടേ. അത് കേട്ട മുത്തശ്ശൻ പറയുന്നുണ്ട് ശിക്ഷ കൊടുക്കണം, എന്നിട്ട് ദേഷ്യത്തോടെ അബിയെന്നൊക്കെ പറയുന്നുണ്ട് അവനെ ചാട്ടവാറുകൊണ്ട് അടിക്കണം. തെറ്റ് ചെയ്തത് അബിയാണെന്ന് മുത്തശ്ശൻ അറിയാമല്ലോ. നവ്യ പറയുന്നുണ്ട് ആണല്ലോ. അങ്ങനെ അഭിപ്രായമുള്ള മുത്തശ്ശൻ അബിയെ മാത്രം കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ചന്തുമോളെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെയും ഒന്ന് പരിഗണിക്കണമെന്നും പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് നവ്യ അവിടുന്ന് പോകുന്നുണ്ട്. മുത്തശ്ശി പിന്നെ അബിയോട് പറയുന്നുണ്ട് നീയും നിൻ്റെ അമ്മയും കൂടിയാണ് അവളെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്നത്. അന്നേരം അബി പറയുന്നുണ്ട് അവൾ പറയുന്നത് ശരിയല്ലേ മുത്തശ്ശ, ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആദർശേട്ടന് ഒരു ശിക്ഷയും കൊടുത്തില്ലല്ലോ. അത് കേട്ട് ദേഷ്യത്തോടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരിയും തെറ്റും നീ എന്നെ പഠിപ്പിക്കണ്ട, അതിനുള്ള അർഹതയൊന്നും നിനക്കില്ല. ഒരു ബ്രാഞ്ച് തന്നില്ലേ, അത് നല്ല രീതിയിൽ എങ്ങനെ നടത്താൻ നോക്ക് എന്ന് പറയുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശന് കൊടുത്ത അധികാരമൊന്നും തിരിച്ചെടുക്കില്ല. ഇതൊക്കെ പറഞ്ഞ് നീ നിന്റെ ഭാര്യയെ ചൂട് പിടിപ്പിക്കണ്ട, അവളെ നിയന്ത്രിക്കാൻ നോക്ക്, അതാണ് നിന്റെ ഭാവിക്കും നല്ലത്. എന്നിട്ട് അബി അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഈ കിളവന് ആദർശനെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. ഇതോടെ ഈ കഥയുടെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.